ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മൾ കല്യാൺ വരെ പോവാണ്. വെറുതെ റൂമിലിരുന്നപ്പോൾ രേഷ്മ ചേച്ചി പറഞ്ഞു പുള്ളിക്കാരത്തേക്ക് എന്തൊക്കെയോ സാധന സാമഗ്രികൾ മേടിക്കണമെന്ന്. അത് കാരണം പിന്നെ നമ്മൾ കല്യാണിലേക്ക് നേരെ ഈ യാത്ര ചെയ്യുകയാണ്. ചേച്ചി ഞങ്ങളോട് പറഞ്ഞു വന്നു കഴിഞ്ഞ് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ച് തരാമെന്ന്. ആ ഒറ്റൊരു പേരിലാണ് നമ്മൾ ഈ കൂട്ടിന് പോകുന്നത്. പിന്നെ അവിടെ ചെന്നു കുറച്ച് നേരം ഇങ്ങനെ ലിഫ്റ്റ് വരാൻ വേണ്ടി കാത്തു നിന്നു. അങ്ങനെ കുറേ നേരം നിന്ന് അവസാന ക്ഷമയുടെ നെല്ലിപ്പലക ഇങ്ങനെ കിടാറായപ്പോൾ നമ്മുടെ ലിഫ്റ്റ് വന്നു. അപ്പോൾ പിന്നെ രേഷ്മ അവിടെ കിടന്നുകൊണ്ട് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തോന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ലിഫ്റ്റിൽ കയറി നേരെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തി. അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ അതിലെങ്ങും വീണില്ല. നമ്മുടെ കറക്റ്റ് ലക്ഷ്യസ്ഥാനത്തിലേക്ക് മാത്രം നമ്മൾ ഈ നോക്കി നടക്കുകയാണ്. തനി പിന്നെ ഒറ്റയ്ക്ക് എന്തോ അയൺ ലേഡി എന്നൊക്കെ പറഞ്ഞൊക്കെ നടക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ തപ്പി അവസാനം എന്തോ പേനയും കുറേ ഇതൊക്കെ കാണിച്ചു. പിന്നെ എനിക്ക് കുറേ ഇങ്ങനെ കളർ പെൻസിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ പൗച്ചൊക്കെ കാണുമ്പോൾ എനിക്കങ്ങോട്ട് ഒരു അരപ്പിരി ഇളകുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് നടന്നു. പിന്നെ നമ്മൾ നേരെ ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്ന് തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഭയങ്കരമായിട്ട് സന്ധ്യയായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിചാരിച്ചൊന്ന് DH വരെ പോകാമെന്ന്. DHൽ ചെന്നു കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ചെന്നപ്പോൾ അത്യാവശ്യം നല്ലപോലെ ആൾക്കാർ കുറവായിരുന്നു. പൊതുവേ നല്ല ആൾക്കാരുള്ളതാണ്. പിന്നെ 7:30 ആയപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. ഹോസ്റ്റലിൽ വന്നപ്പോൾ ശ്രദ്ധ ചേച്ചി അവിടെ നിന്നോട്ട് പടം വരയ്ക്കുന്നു. അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ അവിടെ വന്നു. പിന്നെ നേരെ ഫുഡ് എടുക്കാൻ വേണ്ടി ചെന്നു. തന്നെ നേരത്തെ പാത്രം എടുത്ത് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ആദ്യം എത്തിയപ്പോഴും ഓർത്തെ. പിന്നെ കയ്യിലിരുന്ന ബ്രൗണിയൊക്കെ മുകളിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഗൈസ് തനുവിൻ്റെ പാട്ട് നമ്മൾ കേട്ടത്. പിന്നെ നമ്മളങ്ങോട്ട് വീഡിയോ എടുത്തു.